Praise the Lord. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് വീണ്ടും ദൈവവചന പഠനത്തിനായി ഒരുമിച്ച് കൂടുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചുവല്ലോ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദൈവവചന പഠനത്തിന് വേണ്ടി ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ ദൈവവചനം പഠിപ്പിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സി വി ആൻഡ്രൂസ് ആണ്. വെളിപ്പാട് പുസ്തകം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി തുടർമാനമായി താൻ ക്ലാസ് കൊണ്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. അത് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും, ഇത് പിന്നീട് കേൾക്കുന്നവർക്കൊക്കെ അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ ക്ലാസ്സുകളും ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന്, ദൈവം തന്നെ ശക്തീകരിക്കേണ്ടതിന്, ബലപ്പെടുത്തേണ്ടതിന് നാം എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നാട്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായിട്ട് ഇതിൽ ജോയിൻ ചെയ്യുന്നവർ, പിന്നീട് കേൾക്കുന്നവർ എല്ലാവർക്കും ഇത് അനുഗ്രഹമായി തീരേണ്ടതിന് എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിച്ചാൽ. പരിശുദ്ധ പിതാവേ, അനുഗ്രഹമേറിയ നല്ല രാത്രിക്കായി കർത്താവിനെ സ്തുതിക്കും. ദൈവന പഠനവുമായി ഞങ്ങളുടെ സ്ഥലത്തേക്ക് അടുത്തു വരുന്നു. ലീഡ് ചെയ്യുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസനായിട്ട് സ്തോത്രം. ദൈവനം പഠിപ്പിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസനായ സ്തോത്രം. പഠിക്കുന്ന എല്ലാവർക്കായിട്ട് സ്തോത്രം. ഏവർക്കും ഒരു അനുഗ്രഹത്തിനും വിടുതലിനും സൗഖ്യത്തിനും സന്തോഷത്തിനും ആനന്ദത്തിനും ഉല്ലാസത്തിനും കാരണമാക്കി തരണം. ശക്തമായി അവിടുത്തെ അഭിഷേകം ഉപയോഗിക്കണം. പരിശുദ്ധം തന്നെ നിയന്ത്രിക്കും. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ എൽദോസ്. നമ്മോടൊപ്പം നമ്മൾ തുടങ്ങിയപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു. ഇപ്പോൾ ആൾക്കാർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വളരെ ഉത്സാഹത്തോടെ ഇതുവരെയും ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേതെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ചുരുക്കമെന്ന് പറയുന്നത് പോലെ നമ്മുടെ ഓട്ടക്കളത്തിൽ കൂടിയവർ പലരും പട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഓട്ടത്തിൽ കൂടെ ഓടുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും ഇത് അനുഗ്രഹമാണ്. നമ്മളെ ഫോളോ ചെയ്യുന്ന ഞാൻ ഇപ്രാവശ്യം സ്റ്റേറ്റ്സിൽ ചെന്നപ്പോൾ പലരും പറഞ്ഞു, ഞങ്ങൾ യൂട്യൂബിൽ ഇത് ഞങ്ങൾ കൂടെ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ചേരുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ വളരെ സന്തോഷം. നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന ഉത്സാഹത്തിന് നന്ദി. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സി വി ആൻഡ്രൂസിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ 13ാമത്തെ ലെസണിലേക്കാണ് കടന്നു വരുവാൻ തക്കനിടയായിരിക്കുന്നത്. ദൈവം നമ്മളെ എത്രത്തോളം സൂക്ഷിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. പാസ്റ്റർ ഷാജി കെ ഡാനിയലിനെയും പാസ്റ്റർ ലാലു ജേക്കബിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ദാസന്മാരെ കൂടി ചെയ്യുന്ന മനോഹരമായ ഈ ബൈബിൾ കോളേജ് അനുഗ്രഹമാക്കി അനേകർക്കൊരു ആശ്വാസമായി അനേകരെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിയോഗിച്ചയക്കത്തക്ക നിലയിൽ ശിഷ്യരാക്കി തീർക്കേണ്ടതിന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ ഷാജി കെ ദാനിയേൽ കഴിഞ്ഞ ദിവസം എഴുതിയൊരു പാട്ട് ഞാൻ കേൾക്കുകയുണ്ടായി. എത്ര മനോഹരമായ ഗാനമാണ്. നിങ്ങൾ ആ പാട്ട് കേട്ട് പഠിച്ച് നിങ്ങളുടെ ആരാധനയിൽ പാടുവാൻ തക്കൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. പാസ്റ്റർ ലാലു ജേക്കബിനെയും ദൈവം കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കട്ടെ. നമ്മൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ, 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. എന്നോട് സംസാരിച്ച എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും, കാൽ ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യവും, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലം കൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. താങ്ക് യു മിൽസി. ചില പേരുകൾ അയച്ചു തന്നു, പക്ഷെ ഞാൻ നോക്കിയില്ല. അത് അയച്ചതെന്നനുസരിച്ച് നിങ്ങൾ അടുത്ത ആൾ വായിച്ചോണം കേട്ടോ. ദൈവത്തിന് സ്തോത്രം. പേര് ഞാൻ വിളിച്ച് പറയുന്നില്ല. ഒന്നിച്ച് കൂട്ടത്തോടെ വായിക്കരുത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 4 കൂട്ടം കാര്യങ്ങളാണ് ചിന്തിച്ചത്. യേശു ക്രിസ്തുവിൻ്റെ 12 ദിവ്യ വിശേഷതകളാണ് ഈ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. പത്മോസിൽ കിടന്ന യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മാവിലായപ്പോൾ താൻ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞ സന്ദർഭത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവപുത്രനായ യേശു മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു എന്നാണ് വായിക്കുന്നത്. 12 വിശേഷതകൾ നമ്മുടെ യേശുവിന് അവിടെ ഉണ്ടായിരുന്നു. യോഹന്നാൻ യേശുവിൻ്റെ മാർവിൽ ചാരി ഇരുന്നിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ചാരി ഇരിക്കാൻ തക്കവണ്ണം ഭയങ്കര ഭയമാണ്. കാരണം തേജസ്കരിക്കപ്പെട്ട
കർത്താവായിട്ടാണ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത്. മർക്കോസിന്റെ മാളികയിൽ വെച്ച് ഒരു താഴ്ചയുള്ള ശരീരമായിരുന്നു. എന്നാൽ അത് ഉയർത്തുന്നതിന് ശേഷം താൻ തേജസ്കരിക്കപ്പെട്ട നിലയിലാണ് ഇപ്പോൾ യേശുവിനെ യോഹന്നാന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. 12 വിശേഷതകൾ. 1, നിലയങ്കി ധരിച്ചിരിക്കുന്നു. 2, മാറത്ത് പൊൻകച്ചിട്ടിരിക്കുന്നു. 3, തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ അത് ഹിമത്തോളം വെള്ള ഉള്ളതായിരിക്കുന്നു. 4, അഗ്നിജ്വാലിക്കൊത്ത കണ്ണ്. അത് 4 കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. പിന്നെ കാല് ഉളി, 5-ാമത് കാൽ ഉളി ചുട്ടുപൊഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. 6, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ശബ്ദം പോലെ. 7, അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. 8, വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തുള്ള വാൾ പുറപ്പെടുന്നു. 9, മുഖം സൂര്യനെ പോലെ ഇരിക്കുന്നു. 10, ആദ്യനും അന്തിനുമായവൻ. 11, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചവൻ. 12, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ളവൻ. ഇങ്ങനെ 12 ഗുണങ്ങളോടുകൂടി 12 വിശേഷത്തോടുകൂടിയാണ് യേശു ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പാസ്റ്റർ ലാലു അത് അഹാപ്പയിലേക്കിരിക്കുന്ന ആ പരസ്യം ഞാൻ കണ്ടു. മാർച്ച് മാസം കൊണ്ട് ഈ സെക്ഷൻ അവസാനിക്കും. പിന്നെ അടുത്ത സെക്ഷൻ തുടങ്ങുമെന്നുള്ള നിലയിൽ ഞാൻ വായിക്കുകയുണ്ടായി. മാർച്ചിന് മുൻപ് എനിക്ക് ഈ 2-3 അധ്യായങ്ങൾ അത് പൂർത്തീകരിക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ പഠിപ്പിക്കുന്നത്. എൻ്റെ വെളിപ്പാട് ദിവസം ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ 366 ക്ലാസ്സുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിന്നിപ്പോൾ ഞാൻ പൂനായിൽ തൂലിക TV-യിലെ വെളിപ്പാസം 12-ാം അധ്യായത്തിലെ സ്ത്രീയും ആൺകുട്ടിയെക്കുറിച്ചുമായിരുന്നു പഠിപ്പിക്കാൻ അവിടെയായത്. അത് തന്നെ 4-5 ആഴ്ചത്തെ ക്ലാസ് ഉണ്ട്. അപ്പം ആ നിലയിലാണ് ഇത് പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ പഠനത്തിൽ നിങ്ങൾ പങ്കുകൊള്ളുകയാണെങ്കിൽ നിങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും അത് അക്ഷരം പ്രതി അത് പഠിച്ച് സംശയമില്ലാതെ പോകാൻ തക്കവണ്ണം ഇടയായിത്തീരും. കഠിനാധ്വാനം ചെയ്ത് തയ്യാറാക്കിയതായ ക്ലാസ്സുകളാണ്. പക്ഷേ ഞാൻ അത്രയും വലിച്ചു നീട്ടാൻ തക്കണം ആഗ്രഹിക്കുന്നില്ല. മാർച്ച് കൊണ്ട് ഈ സെക്ഷൻ അവസാനിക്കും. അതിനിപ്പം 2-3 അധ്യായം കൂടെ തീർത്ത് എനിക്ക് നിങ്ങൾക്കൊരു എക്സാമിനേഷൻ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, ഒരു സമ്മാനവും തരണമെന്ന് ആഗ്രഹമുണ്ട്. അത് അവർ നല്ല സർട്ടിഫിക്കറ്റ് ബൈബിൾ കോളേജിൻ്റെ അഫിലിയേറ്റ് ചെയ്തായ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഒരു സർട്ടിഫിക്കറ്റാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. എന്നാൽ എനിക്കൊരു സമ്മാനം നിങ്ങൾക്ക് തരണമെന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഉത്സുകരായിട്ട് ഇത് പഠിക്കുക. 2-3 അധ്യായം കൂടെ തീർന്നെങ്കിൽ മാത്രമേ എനിക്കത് 15 ക്വസ്റ്റ്യനേ ഉള്ളൂ. വളരെ ട്രിക്ക് ക്വസ്റ്റ്യൻ. അത് 6ന്റെ എക്സാം എഴുതുന്ന പോലെ 4 ഉത്തരം കൊടുത്തിട്ട് അത് ശരിയായിട്ടുള്ള ഉത്തരം എഴുതുക. അത് ഇതിനകത്തുള്ള 200 പേരും ജയിക്കുകയാണെങ്കിൽ 200 പേർക്കും ആ ഒരു ചെറിയ സമ്മാനം, ചെറുതല്ല ഒരു വലിയ സമ്മാനം. എൻ്റെ കാഴ്ചയിൽ അത് വലുതാണ്, നിങ്ങളുടെ കാഴ്ചയിൽ ചെറുതായി. ഞാൻ ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ 4 കൂട്ടം കാര്യങ്ങളാണ് പഠിച്ചത്. 1, യേശു ക്രിസ്തു നിലയങ്കി ധരിച്ചിരിക്കുന്നു. 2, മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. 3, തലയും തലമുടിയും വെളുത്ത പഞ്ഞു പോലെ. 4, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് എത്ര വിവരിച്ചാലും നമുക്ക് മതിയാകത്തില്ല. ശൂലേമയോട് ചോദിച്ചു, നിന്റെ പ്രിയന് മറ്റ് പ്രിയന്മാരെക്കാൾ എന്താ വിശേഷത? എൻ്റെ പ്രിയന് വിശേഷം ഉണ്ടെന്ന് പറഞ്ഞു. വെണ്മയും ചുവപ്പുള്ളവൻ. നമ്മുടെ സഹോദരിമാർ ചോദിക്കുക, നിന്റെ ഭർത്താവിന് എന്താ വിശേഷം? അയ്യോ ഞങ്ങളുടെ അച്ചായനോ, അയ്യോ 10 കൂട്ടം കറി കുട്ടിയെ കഴിക്കുന്നു, അത്ര വലിയ വിശേഷം. അതാണ് നമ്മൾ വിവരിക്കുന്നത്. എന്നാൽ ശൂലേമി പറഞ്ഞ ഭാര്യ എന്തറിയാമോ? എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. പിന്നീട് ആ ശൂലേമി യേശുക്രിസ്തുവിന്റെ ഓരോ അവയവവും എടുത്ത് വിവരിക്കാൻ തുടങ്ങി. എത്ര വലിയൊരു വിവരണം എന്നറിയാമോ? ഉത്തമീത എൻ്റെ ഒരു മെയിൻ സബ്ജക്റ്റാണ്. ഇവിടെ നമ്മൾ വായിക്കും നമ്മുടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വർണ്ണന എത്ര വലിയതാണ്. ഇത് വിവരിച്ചാൽ അതേ എനിക്കത് തീർക്കാൻ തക്കണം ഒക്കത്തില്ല. അത്രമാത്രം ആഴങ്ങൾ അടങ്ങിയിരിക്കുന്ന വർണ്ണനയാണ്. ഇന്ന് നമ്മൾ 5-ാമത്തെ വിഷയമാണ് ചിന്തിക്കാൻ പോകുന്നത്. കാല് ഉളയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ കാൽ. അവന്റെ കാലിനെ കുറിച്ചുള്ള വർണ്ണന. ശൂലേമിയും യേശു ക്രിസ്തുവിന്റെ കാലിനെ കുറിച്ച് വർണ്ണിച്ച ഭാഗം ഉത്തമഗീതം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ തക്കണം കഴിയും. വെള്ളോട്ടിന് സദൃശ്യമായ കാൽ. ഒന്നിലധികം ലോകങ്ങളുടെ സമ്മിശ്രമാണ് ഈ വെള്ളോട്ട് എന്ന് പറയുന്നത്. ഒന്നിലധികം ലോകങ്ങളുടെ സമ്മിശ്രമാണ് വെള്ളോട്. ബലവത്തായ കാഴ്ചയിൽ ബലവത്തായ, അത് വളരെ ബലമുള്ളതാണ്. അത് കാഴ്ചയിൽ വളരെ ശോഭയുള്ളതാണ്. അതിനോട് സദൃശ്യപ്പെടുത്തിയാണ് കർത്താവായ യേശുവിന്റെ കാലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പൊന്നും വെള്ളിയും മറ്റും പ്രകാശം പ്രതിഫലിക്കുന്നത് പോലുള്ള ശോഭ. പൊന്നിനും വെള്ളിക്കും ഒരു ശോഭയുണ്ടല്ലോ, അതുപോലുള്ള ശോഭ ഈ വെള്ളോട്ടിനുമുണ്ടെന്ന് അത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഇവിടുത്തെ പദപ്രയോഗം എന്താണെന്നറിയാമോ? കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഉലയിൽ ചുട്ടുപഴിപ്പിച്ചു എന്നത് ന്യായവിധിയുടെ ഉറച്ച നിലപാടിനെയാണ് കാണിക്കുന്നത്. ഉലയിൽ
ചുട്ടു പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ന്യായവിധിയുടെ ഉറച്ച നിലപാടിനെ കാണിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നത് ഇങ്ങനെയാണ്. ആ നടക്കുന്ന നടുവിൽ തൻ്റെ കാലിലേക്കൊന്ന് നോക്കിക്കുകയും അതേ വെള്ളോട്ടിന് സദൃശ്യമായ വളരെ ശോഭയുള്ള കാല്. ലോകങ്ങൾ ഈ ചുട്ടു പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉള്ള കീടങ്ങളെല്ലാം മാറിപ്പോവും. അതേ കീടങ്ങൾ മാറി കത്തി നശിച്ച് ഈ ലോകങ്ങൾ ശുദ്ധമായി തീരും. അങ്ങനെ കീടങ്ങൾ ഇല്ലാത്തതിനാൽ അത് വളരെ ശക്തിയുള്ളതായിരിക്കും. നമ്മുടെ കർത്താവിൻ്റെ കാലെന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള കാലായിരുന്നു, വളരെ ശോഭയുള്ള കാലായിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരന് 17-ാം അധ്യായം 17-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം വായിക്കാൻ പെട്ടെന്ന് എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എന്റെ കാൽ വഴുതുമില്ല. നോക്കണമേ, കാൽ വഴുതാൻ തക്കൊണ്ട് സാധ്യതയുണ്ട്. എന്നാൽ എന്റെ നടപ്പ് എവിടെ ആയിരുന്നു? നിന്റെ ചുവടുകളിലായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ചുവടുകളിൽ നടക്കുന്ന പ്രിയപ്പെട്ടവരുടെ കാലുണ്ടല്ലോ, ഒരിക്കലും വഴുതത്തില്ല. 121-ാം സങ്കീർത്തനം നമ്മളിങ്ങനെ വായിക്കുന്നു, നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്ന മയങ്ങുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവാ നിന്റെ പരിപാലകൻ. നോക്കണമേ, നമ്മുടെ കാല് വഴുതാതെ വണ്ണം കാത്തു സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. അങ്ങനെ വഴുതാതിരിക്കണമെങ്കിൽ നമ്മുടെ കാല് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചുവടുകളിൽ തന്നെയായിരിക്കണം. എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതുവാൻ നീ സമ്മതിച്ചതുമില്ല. കാല് നടപ്പിനെയാണ് കാണിക്കുന്നത്. 16 വിധ നടപ്പുണ്ട്. ആ നടപ്പിനെ കുറിച്ച് ഞാൻ ഓടിച്ച് പറയാൻ തക്കണോ ആഗ്രഹിക്കുന്നു. അതേ ഇവിടെ തുയ്യത്തീരിലെ സഭയോട് കർത്താവ് എങ്ങനെയാ പ്രത്യക്ഷപ്പെടുന്നു നോക്കി. തുയ്യത്തീര സഭ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കാം. 2:18 അല്ലെ, ഞാൻ തന്നെ വായിച്ചു വിടുക. തുയഥേര സഭയിലെ ദൂതൻ എഴുതുക, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. നോക്കണമേ, തുയത്തീര സഭയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന തന്നെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, വെള്ളോട്ടിന് സദൃശ്യമായ കാലും ഉള്ള ദൈവപുത്രൻ അരുളി ചെയ്യുന്നത്. യോഹന്നാൻ കണ്ടത് എങ്ങനെയാ? മനുഷ്യപുത്രനോട് സദൃശ്യനായിട്ടാണ്. ഇവിടെ തുയത്തീര സഭയ്ക്ക് അവരുടെ രീതി അനുസരിച്ചും അവരുടെ സ്വഭാവം അനുസരിച്ചും അവിടെ വന്നിരിക്കുന്ന ദുരുപദേശങ്ങൾ വളരെയാണ്. അത് താഴെ നമ്മൾ പഠിച്ചു വരുമ്പോൾ അറിയാം. അപ്പൊ അവർക്ക് വെളിപ്പെടുന്നത് അവരുടെ ആ സഭയുടെ രീതി അനുസരിച്ചാണ് കർത്താവ് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. വെള്ളോട്ടിന് സദൃശ്യമായ കാലും പിന്നെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനും ദൈവപുത്രനുമായിട്ടാണ് അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടാൻ പറയുന്നത് ആരാണെന്ന് ഓർക്കണം, ദൈവത്തിന്റെ പുത്രനാണ്. ഉലയിൽ ചുട്ടുവഴിപ്പിക്കുന്നത് ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. നമ്മളെ ചിലപ്പോൾ ഉലയിൽ ചുട്ടുവഴിപ്പിക്കുന്ന അനുഭവം ഉണ്ടാകത്തില്ലേ? നമ്മളെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാൻ തക്കോണ്ടമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ സഭയ്ക്ക് ഉള്ളിൽ കൂടി കടന്നു വന്ന് 7 നിലവിളക്കുകളുടെ നടുവിൽ കൂടി കടന്നു വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ശുദ്ധീകരിക്കാൻ തക്കോണ്ടമാണ് ഈ കാഴ്ച തുയത്തേര സഭ കാണുന്നത്. ശുദ്ധീകരണം കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ തക്കോണം കഴിയത്തില്ല. അപ്പോസ്തലനായ യോഹന്നാൻ 1 യോഹന്നാൻ 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. വായിച്ചാട്ടെ. എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. നോക്കണമേ, അവൻ നടന്നതുപോലെ നടക്കണം. എനിക്ക് ഈ പദങ്ങൾ പോലെ കൂട്ടിയുള്ള പദങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ കാണും വലിയ സന്തോഷം. അവൻ നടന്നത് പോലെ നടക്കണം. അതെ, കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, സ്നേഹത്തെ കുറിച്ചാണല്ലോ ഇതിൻ്റെ അകത്ത് കൂടുതൽ കാണുവാൻ തക്കണം കഴിയുന്നത്. യേശു എങ്ങനെ നടന്നോ അതുപോലെ നടക്കാൻ തക്കണമാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ എങ്ങനെ വായിക്കുന്നത്? അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ. അവനിലെ അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതേ ചുവടുകളിൽ അതേ പാതയിൽ നടക്കാൻ തക്കോണം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗലീലിലെ തിരമാലകൾക്ക് മീതെ നടന്ന കാലാണിത്. തിരമാലകൾ അതേ കടലിന്മേൽ നടന്ന കാലാണ്. അത്ര ശക്തിയുള്ള ബലവത്തായ കാലാണ്. യെരുശലേം തെരുവീതിയിൽ കൂടെ നിർഭയമായി നടന്ന കാല്, അതേ ക്രൂശും ചുമന്നു നടന്ന കാല്, ഗേസന മുതൽ കാൽവരി ക്രൂശ് വരെ ക്രൂശും ചുമന്നുകൊണ്ട് നടന്ന കാലാണ് യേശു ക്രിസ്തുവിന്റെ കാല്. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം
15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഒരു വാക്തത്വ വചനമാണ്. വായിക്കാം. ഞാൻ നിനക്കും സ്ത്രീക്കും അവന്റെ സന്തതിക്കും നിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. നിങ്ങൾ വാക്കുകൾ പറഞ്ഞില്ലെങ്കിൽ വായിച്ചില്ലെങ്കിൽ ഞാനങ്ങ് പറഞ്ഞു വിടും. നമുക്ക് വെയിറ്റ് ചെയ്യാൻ തക്കണ സമയമില്ല, ആകെ 1 മണിക്കൂറേ ഉള്ളൂ. നോക്കണമേ, കാൽവരി ക്രൂസിൽ ഇത് ഗേത്സമന മുതൽ കാൽവരി വരെ നടന്ന കാൽവരി ക്രൂസിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ വരുമെന്നും സർപ്പത്തിന്റെ തലയെ തകർക്കുമെന്നും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും എന്ന് നമ്മൾ വായിക്കുന്നു. കാൽവരിയിൽ ക്രൂശിൽ അനുഭവിച്ച കഷ്ടത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് കാൽവരിയിൽ. അതേ, അവന്റെ കാലുകൾ തുളയ്ക്കപ്പെട്ട് നമുക്ക് വേണ്ടി മരിച്ച സംഭവത്തെക്കുറിച്ച് ആ പ്രവചനമാണ് നമുക്ക് അവിടെ കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം 3-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികൾ ആരും ഉണ്ടായിരുന്നില്ല, എന്റെ കോപത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു, അവരുടെ രക്തം എന്റെ വസ്ത്രത്തെ തെറിച്ചു, എന്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. നോക്കണമേ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവായ യേശു ക്രിസ്തു അതേ പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ്. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, എന്നോടുകൂടെ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചാറ്റി, എന്റെ ക്രോധത്തിൽ ഞാൻ അവരെ മെതിച്ചു കളയും. നടക്കാൻ പോകുന്ന ഒരു ന്യായവിധിയാണ് അവിടെ പ്രകീർത്തിക്കുന്നത്. അത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിന് മുൻപോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തക്കണത്. ഈ കാലുകൾ കൊണ്ടാണ് സർവശക്തിയുള്ളവനായ ദൈവം, വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ കാടിന്റെ പ്രത്യേകം നോക്കി 19-15 വായിക്കാം. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു, അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായി മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. നോക്കണമേ, യേശു ക്രിസ്തു 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പരസ്യമായി ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭമാണ്. അന്ന് കർത്താവുമായിട്ട് യുദ്ധം ചെയ്യുവാൻ തക്കോണം കടന്നു വരുന്ന ആ ഹർമഗദോൻ യുദ്ധം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ കടന്നു വരുമ്പോൾ നമ്മുടെ കർത്താവ് എന്ത് ചെയ്യും? അവരെ മെതിച്ചു കളയുമെന്നാണ് വായിക്കുന്നത്. ഈ കാലുകൾ കൊണ്ട് അന്തിക്രിസ്തുവിനെയും സൈന്യത്തെയും മെതിക്കുന്ന ഒരു സന്ദർഭമാണ്. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് മെതിച്ച് യേശു ക്രിസ്തു രാജ്യത്വം ഏറ്റെടുക്കുന്ന സന്ദർഭത്തെ കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. അവന്റെ കാലുകൾ ശത്രുവിന്മേൽ വിജയത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകങ്ങളാണ്. അവന്റെ കാലുകൾ, അവൻ വിജയിച്ചവനാണ്. സകലവും അവന് കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് 8-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം വായിക്കുന്നു. വായിച്ച്, സകലവും നിന്റെ കൈകളുടെ പ്രവൃത്തികൾ നീ അവന്. അവിടെ ഇരിക്കുന്ന സകലവും അവന്റെ കാൽ കീഴെ ആക്കിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിച്ച്, എളുപ്പമെടുത്ത് വായിക്കേ. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. അവൻ സകല ശത്രുക്കളെയും അവന്റെ കാൽ കീഴാക്കും. എന്താണ് കർത്താവിന്റെ ഈ കാല്? ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശമായ കാൽ. അതേ, അത് വളരെ വിശുദ്ധിയുള്ള കാലാണ്, ശോഭയുള്ള കാലാണ്. ശത്രുക്കളെ തകർക്കാൻ തക്കോണം, അന്ധകാരത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കുവാൻ തക്കോണം, ശത്രു കൊണ്ടുവരുന്ന പോരാട്ടങ്ങളെ നമ്മൾ അവന്റെ ചുവട്ടിൽ തന്നെയാണെങ്കിൽ ആ കാലിന്റെ ചുവട്ടിലേക്ക് അടുത്തു വരികയില്ല. അവൻ മെതിച്ചു കളയും, ഓടിച്ചു കളയും. ആ കാലിന്റെ ചുവട്ടിലാണ് ദൈവമക്കളെ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇന്ന് ആരാധിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. ആ വാക്യമൊക്കെ വായിക്കുന്ന എഫേസ്യ ലേഖനം ഒരു തകർപ്പ ലേഖനമാണ്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക പദം അവന്റെ കാലിനെ കുറിച്ചാണല്ലോ വായിക്കുന്നത്. സകലവും അവന്റെ കാൽ കീഴാക്കും.
സകലവും അവന്റെ കാൽ കീഴാക്കും. അതേ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു, സ്വർലോകരുടെയും അധോലോകരുടെയും അതേ പാതാള ലോകത്തിന്റെ എല്ലാം നമ്മൾ വായിക്കുന്നു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ യേശുവിന്റെ പാദത്തിന്റെ മുമ്പിൽ മടങ്ങുന്ന ഒരു സന്ദർഭം വരും. അവൻ വിജയാളിയാണ്, സർവത്തെയും ജയിച്ചവനാണ്, സ്വർഗത്തെയും അവന്റെ കാൽ കീഴാക്കും. ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിൽ സദൃശം. എബ്രായ ലേഖനം 2-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, വായിച്ചേ 2-ന്റെ ഉളി ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ട് ദൈവത്തിന്റെ ന്യായവിസ്താരത്തിന്റെ ഉറപ്പിനെയും സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുത്തനോട് സാക്ഷ്യം പറയുന്നു. സകലവും അവനു കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതാ കാണുന്നില്ല. നോക്കണമേ, ഒന്നിനെയും അവന് കീഴ്പ്പെടുത്താതെ കർത്താവ് വിട്ടിട്ടില്ല. എല്ലാം കീഴ്പ്പെടുത്തുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ദൈവ മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. ഈ കാല് എത്രയും താമസിയാതെ ഒലിവുമലയിൽ ചവിട്ടാൻ തക്കണം പോവുകയാണ്. ഒലിവുമലയിൽ ചവിട്ടാൻ പോകുന്ന ഈ കാല്, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഒലിവുമലയുടെ മുകളിൽ നിന്നാണ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത്. ഈ കാൽപാദത്തിങ്കൽ ഗലീല പുരുഷന്മാരെല്ലാം വന്ന് നിൽക്കുന്ന ഒരു പ്രത്യേക സന്ദർഭമായിരുന്നു. യേശു ക്രിസ്തു അവരോട് പറഞ്ഞു, അതേ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാക്യത്തിനായി കാത്തിരിക്കണം. നിങ്ങൾ ആരുടെ മേൽ രോഗിയുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ദൈവത്തിന് സ്തോത്രം. ഭൂതങ്ങളുടെ മേൽ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. സകല അധികാരം കൊടുത്തതിന് ശേഷം യേശു ക്രിസ്തുവിന്റെ പാദം ഒലിവുമലയുടെ മുകളിൽ നിന്ന് അതേ മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. അപ്പോസ്തലർ പ്രവൃത്തി 1-ാം അധ്യായം 9-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, വായിക്കാമോ? ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകും നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തേ? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഒലിവുമലയിൽ കൂട്ടിക്കൊണ്ടുപോയാണ് ഈ ഗലീല പുരുഷന്മാരെ കൂട്ടിക്കൊണ്ടുപോയി. തന്റെ ശിഷ്യന്മാരെല്ലാം ഉണ്ട്, അവരെല്ലാം വന്ന് ഒലിവുമല നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം അവന്റെ പാദം ഒലിവുമലയിൽ നിന്ന് മന്നം മുകളിലേക്ക് ഉയരാൻ തുടങ്ങി. ആ കാഴ്ച എത്ര ഭയങ്കരമായിരുന്നു. ഇനി ഈ കാല് ഒലിവുമലയുടെ മുകളിൽ നിന്ന് പോയെങ്കിൽ ഈ ഒലിവുമലയിലേക്ക് തന്നെ അവന്റെ കാല് വന്ന് ചവിട്ടും. സക്കറിയ പ്രവചനം 14-ാം അധ്യായം 4-ാമത്തെ വാക്യം അവന്റെ കാൽ യെരൂശലേമിനെതിരെ ഒലിവുമല കിഴക്കു പടിഞ്ഞാറായി നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. മലയുടെ പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ ചവിട്ടും. യേശുക്രിസ്തുവിന്റെ പരസ്യ വരവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മള് അതേ ഉപദേശം വ്യക്തമായ നിലയിൽ കൊണ്ടുപോകണം. രഹസ്യവരവുണ്ട്, പരസ്യവരവുണ്ട്. രഹസ്യവരവിന് ശേഷം സഭയെ കൂട്ടിക്കൊണ്ടുപോയതിന് ശേഷം നമ്മളെയും കൂട്ടി 7 വർഷം കഴിഞ്ഞ് ഒലിവുമലയിൽ കർത്താവിന്റെ പാദം ചവിട്ടും. ഒലിവുമല 2ആയി പിളരും. അവിടെ ഒരു താഴ്വര ഉളവാകും. അവന്റെ പാദം യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ ചവിട്ടും. യേശു പരസ്യമായി പ്രത്യക്ഷപ്പെടുന്നതിന്റെ ഉദ്ദേശം ഒരു രാജ്യം സ്ഥാപിക്കുവാൻ. 2 യഹൂദ ജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി. 3 അതേ വലിയ യുദ്ധം, ഒരു യുദ്ധം, അർമ്മദൻ യുദ്ധം നടക്കാൻ പോവുകയാണ്. ആ യുദ്ധം അന്തിക്രിസ്തുവിനെ കള്ളപ്രവാചനെ പിടിച്ച് തീപ്പൊയ്യെ തള്ളിയിടുവാൻ, സാത്താനെ പിടിച്ച് 1000 മണ്ടയ്ക്ക് ചങ്ങലിട്ട് പൊട്ടുവാൻ. ഇതിനു വേണ്ടിയാണ് യേശു ക്രിസ്തു പരസ്യമായി വരാൻ പോകുന്നത്. ഒരു കാലത്ത് കർത്താവിന്റെ ഈ പാദത്തിലുണ്ടല്ലോ, ഇവരാണി അടിച്ച് കയറ്റിയതാ, വേദനപ്പെട്ടതാ, യാതൊരു ദയയുമില്ലാതെ ആണിയടിച്ച ആ കാലാണ് ഒലിവുമലയിൽ താമസിയാതെ ചവിട്ടാൻ പോകുന്നത്. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ, ഒലിവുമല സർവേ നടത്തി ഒരു വലിയ കെട്ടിടം പണിയാൻ തക്കൊണ്ട് തീരുമാനിച്ചപ്പോൾ അവിടെ കെട്ടിടം പണിയുന്നവർ പിന്മാറി. കാരണം ആ ഒലിവുമലയുടെ അകത്ത് ഒരു മൂളൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവേ നടത്തിയ ആൾക്കാർ പറഞ്ഞ് താമസിയാതെ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകും. എന്താണ് ആ ഭൂകമ്പം എന്നുള്ളത് ഇവർക്കറിയാമല്ല, നമുക്കറിയാം. പാവപ്പെട്ട പ്രവാചകനായ സക്കറിയാവിന് 700 വർഷം മുൻപേ ആ കാഴ്ച വെളിപ്പെടുത്തി. അതാണ് ഇവിടെ വായിക്കുന്നത്. അന്നാളിൽ അവന്റെ പാദം യെരൂശലേമിന് കിഴക്കുള്ള ഒലിവുമലയിൽ ചവിട്ടും. നടപ്പിനെ കുറിച്ച്
16 വിധ നടപ്പ്. വാക്യങ്ങൾ വായിക്കണ്ട, എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം. പരീക്ഷയ്ക്ക് വരുമോ ഇല്ലെന്ന് എനിക്ക് പറയാൻ തക്ക നോക്കത്തില്ല. ഇവന്റെ പാദത്തിൽ നമ്മൾ വായിച്ചല്ലോ, അവൻ നടന്നതുപോലെ നിങ്ങൾ നടക്കണം. എങ്ങനെ നടക്കണം എന്നൂടെ പറഞ്ഞ് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. 1 നിങ്ങൾ എഴുതിയെടുക്കുക. 15-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം, നിഷ്കളങ്കരായി നടക്കണം. 16 നടപ്പുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന 16 നടപ്പ്. വാക്യങ്ങൾ വായിക്കണ്ട. 1 സങ്കീർത്തനം 15-2 നിഷ്കളങ്കരായി നടക്കണം. ഓരോ വാക്യങ്ങളെ കുറിച്ച് വിവരിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ തന്നെ പ്രസംഗം ഉണ്ടാക്കിക്കോണം. നിങ്ങളിൽ അനേകർ പാസ്റ്റർമാരാകാൻ പോവുകയാണ്, അനേകർ സുവിശേഷം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. 2 റോമാലേഖനം 6-ാം അധ്യായം 4-ാമത്തെ വാക്യം, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. 3 1 കൊരിന്ത്യർ 7:17 വിളിക്ക് അനുസരണമായി നടക്കണം. വിളിച്ച വിളിക്ക് യോഗ്യമായി അനുസരിച്ച് നടക്കണം. 1 കൊരിന്ത്യർ 7:17. 4 2 കൊരിന്ത്യർ 5:7 കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കണം. നമ്മുടെ നടപ്പ് ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, വിശ്വാസത്താൽ നടക്കണം. 5 ഗലാത്യ ലേഖനം 5-ാം അധ്യായം 15-ാം വാക്യവും അതിന്റെ 25-ാമത്തെ വാക്യവും, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. അവന്റെ കാൽ ചുട്ടുവെഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ആ കാൽ എങ്ങനെ നടന്നു അതുപോലെ നമ്മൾ നടക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കണം. എഫേസ്യർ 4:2 എഫേസ്യർ 4:2 പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം. കേട്ടോ, 4:2 അത് എഴുതി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് വായിച്ചത് മനസ്സിലാക്കാൻ കഴിയും. എഫേസ്യർ 5:2 എഫേസ്യർ 5:2 സ്നേഹത്തിൽ നടക്കണം. 8 എഫേസ്യർ 5:15 സൂക്ഷ്മത്തോടെ നടക്കണം. 5:15 വാക്യം മാത്രം എഴുതിയെടുക്കെ. 5:15. 9 കൊലോസ്യർ 1:10 യോഗ്യമാവണം നടക്കണം. നമ്മുടെ നടപ്പിന് ഒരു യോഗ്യത ഉണ്ടായിരിക്കണം. കൊലോസ്യർ 1:10. കൊലോസ്യർ 2:6 ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കണം. ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നടക്കണം. 11 1 തെസ്സലോനിക്കർ 4:11 പൗലോസ് പറയാണ് മര്യാദയായിട്ട് നടക്കണം. ആ വാക്ക് അതുപോലെ എഴുതിയിരിക്കട്ടോ, മര്യാദയായിട്ട് നടക്കുക. 12 1 യോഹന്നാൻ 1:7 ആ വാക്ക് തന്നെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. 13-ാമത്തെ വാക്യം 1 യോഹന്നാൻ 2:6 ക്രിസ്തു നടന്നതുപോലെ നടക്കണം. 14 2 യോഹന്നാൻ 6-ാമത്തെ വാക്യം കൽപ്പന അനുസരിച്ച് നടക്കണം. 15 3 യോഹന്നാൻ 3-ാമത്തെ വാക്യം സത്യത്തിൽ നടക്കണം. സത്യത്തിൽ. അങ്ങനെയുള്ളവരുണ്ടല്ലോ. 16-ാമത്തെ നടപ്പ് ഭാവിയിൽ വെളിപ്പാട് ദിവസം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, വെള്ള ധരിച്ചുകൊണ്ട് നടക്കും. വെള്ള ധരിച്ചുകൊണ്ട് നടക്കും. ഇങ്ങനെ 16 നടപ്പുകളെ കുറിച്ച് നമുക്ക് തിരുവനന്തപുരത്ത് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. ഇന്ന് രാത്രികാലം അവന്റെ കാല് ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഇനിയും 6-ാമത്തെ വിഷയത്തിലേക്ക് കടന്നു വരാം. അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. നമ്മുടെ കർത്താവിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. പെരുവെള്ളം എന്തിനെ കാണിക്കുന്നു? മഹാശക്തിയെ കാണിക്കുന്നു. മഹാശക്തിയെ. നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ തക്കൊണ്ട് പോയപ്പോൾ എരപ്പ് കഴിഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് തിരിച്ചുപോയി. എങ്ങുണ്ടായിരുന്നു വെള്ളച്ചാട്ടം? മുഴുവൻ എരപ്പാന്ന് പറഞ്ഞു പോയി. അവിടെ ചെന്ന് കണ്ടെങ്കിൽ മാത്രമേ ആ വെള്ളച്ചാട്ടത്തിന്റെ മഹിമ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. പെരുവെള്ളം മഹാശക്തിയെ കാണിക്കുകയാണ്. നമ്മൾ 29-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വായിച്ചാട്ടെ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന് മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. അവന്റെ ശബ്ദത്തെ കുറിച്ചാണ്. ആ ശബ്ദം മഹിമയോടെ മുഴങ്ങുകയാണ്. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന് മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുകളെ തകർക്കുന്നു. അവന്റെ ശബ്ദത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് വീണ്ടും ഞാൻ പറയാൻ പോവുകയാണ്. യഹോവയുടെ തേജസ് ആലയത്തിലേക്ക് പ്രവേശിപ്പാൻ കിഴക്ക് വഴിയായി വരുന്ന ദർശനം എസെക്കിയേൽ കണ്ടപ്പോൾ, എസെക്കിയേൽ 43:2 വായിച്ചേ. അപ്പോൾ ഇസ്രായേലിന്റെ ദൈവത്തിന്റെ തേജസ്
കിഴക്കുവഴിയായി വന്നു. അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ആയിരുന്നു. ഭൂമി അവന്റെ തേജസ് കൊണ്ട് പ്രകാശിച്ചു. നോക്കണമേ, എസെക്കിയേൽ ഒരു ദർശനം കാണുകയാണ്, ദൈവത്തിന്റെ തേജസ് കാണുകയാണ്. ആലയത്തിലേക്ക് പ്രവേശിക്കാൻ കിഴക്ക് വഴിയായി വരുന്ന ദർശനം എസെക്കിയേൽ കണ്ടപ്പോൾ അതിന്റെ മുഴക്കം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയായിരുന്നു. ദൈവത്തിന്റെ ശക്തിയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും വെളിപ്പാട് 14:2 വായിക്കുമ്പോൾ സ്വർഗത്തിൽ വായിച്ചോട്ടെ. ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ചാണ് വായിക്കുന്നത്. വൈണികന്മാർ വീണമീട്ടുന്ന ശബ്ദം പോലെയായിരുന്നു. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും വലിയൊരു ഇടിമുഴക്കം പോലെയും സ്വർഗത്തിൽ നിന്നൊരു ഘോഷം കേട്ടു. ഞാൻ കേട്ട ഘോഷം വൈണികന്മാർ വീണമീട്ടുന്നത് പോലെ ആയിരുന്നു. നോക്കണമേ, അവിടെ കേൾക്കുന്ന ദൈവത്തിന്റെ ശബ്ദത്തെ കുറിച്ച് പറയുന്നത് വൈണിയന്മാർ വീണമീട്ടും പോലുള്ള ഒരു ശബ്ദമായിരുന്നു ഈ ദൈവശബ്ദം. ഇനി കർത്താവായ യേശുക്രിസ്തു രാജ്യത്വം ഏറ്റെടുക്കുമല്ലോ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ സഭ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ചുമ്മാതിരിക്കുകയല്ല. അതേ നമ്മുടെ അമ്മച്ചി പറഞ്ഞു, ഞാൻ അവിടെ പോകുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ പ്രാർത്ഥനയൊന്നുമില്ല. അവിടെ 19-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിച്ചേ, 19:6. യേശു രാജ്യത്തും പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്വമേറ്റിരിക്കുന്നു. നോക്കണമേ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ അവിടെ ഹല്ലേലൂയ പറയുന്നത്. തകർത്ത ഇടിമുഴക്കം പോലെയാ, വൈനിയന്മാർ വീണം വിട്ടും പോലെ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു പദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ കേൾക്കുന്ന ശബ്ദമാണ്. വെളിപ്പാട് ദിവസം 19-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ പാടുന്ന ഹല്ലേലൂയ ശബ്ദമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ശക്തിയുടെ ഒരു പ്രഭാകത്തെയാണ് ഈ പെരുവെള്ളം കാണിക്കുന്നത്. കർത്താവിന്റെ ശബ്ദത്തിന് മുമ്പിൽ ആർക്കും നിൽപ്പാൻ തക്കവണ്ണം കഴിയത്തില്ല. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പെരുവെള്ളം, അതേ വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് വായിച്ചാട്ടെ, 17:5. ബഹദിയാം ബാബിലോൺ വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്നൊരു പേർ അവളുടെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ 17-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ 17-15 അവിടെ പുരുഷാരവും ജാതികളും പറഞ്ഞത്, നീ കണ്ടതും വേശ്യ ഇരിക്കുന്നതുമായ വെള്ളം വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളും ഭാഷകളും അത്രേ. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച ശൂന്യവും നഗ്നവുമായ അവളുടെ മാംസം തിന്നുകളയും. അവളെ തീ കൊണ്ട് മതി. ഈ അവിടെ കാണുന്ന ഈ പെരുവെള്ളം എന്ന് പറയുന്നത് പുരുഷാരത്തെയും വംശങ്ങളെയും ജാതികളെയും കാണിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു ന്യായവിധി വരുന്നുണ്ട്. നമ്മൾ മത്തായി സുവിശേഷം 25-ാം അധ്യായം 41-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ വായിച്ചു. പിന്നെ അവൻ ഇടത്തുള്ളവരോടെ, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിന് അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവിൻ. നോക്കണമേ, വെളിപ്പാട് അതേ മത്തായി സുവിശേഷം 25-ാം അധ്യായം 31 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. 3 സിംഹാസനമുണ്ട്. ഇപ്പോൾ കർത്താവായ യേശു വരുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ എത്തുന്ന വേളയിൽ ന്യായാസനമുണ്ട്. അതൊരു സിംഹാസനമാണ്. അത് നമുക്ക് പ്രതിഫലം തരാനാണ്. 25-ാം അധ്യായം മത്തായി 25:31 അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ വിളിച്ചു കൂട്ടും. അതേ, ഞാൻ പറയുന്ന ഡിസ്റ്റർബ് ചെയ്യല്ലേ. അതേ, ഇടത്തുള്ളോട് പറയും, എന്റെ പിതാവിനാൽ ശപിക്കപ്പെട്ടവരെ പോകുവിൻ. അതേ, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ശപിക്കപ്പെട്ടവരെ നാം വിളിക്കുന്നത്. അവന്റെ ശബ്ദത്തിന് മുമ്പിൽ ആർക്കും നിൽക്കാൻ തക്കവണ്ണം കഴിയും. നമ്മൾ അതേ 45-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ തന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഒരുങ്ങിപ്പോയി. ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രികാലം തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് നേൽപ്പിച്ചു കൊടുക്കാം. ലാസറിന്റെ കല്ലറയ്ക്ക് വെച്ച് അവൻ വിളിച്ച ശബ്ദം എന്താ? ലാസറേ, പുറത്തു വരിക. നമ്മളിങ്ങനെ വായിക്കുന്നു, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 31-32 വാക്യങ്ങളിൽ കല്ലറകളിൽ ഉള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്യുന്നവർ ജീവനായും തിന്മ ചെയ്യുന്നവർ അതേ ശിക്ഷാവിധിക്കായും ന്യായവിധിക്കായും പുനർത്തുവാനും ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ദൈവമക്കളെ, ദൈവിക ശബ്ദം നമ്മൾ തിരിച്ചറിയണം. 1850 ജനുവരി മാസം 6-ാം തീയതി നടന്ന ഒരു ശബ്ദത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. ബ്രദർ ജോൺ എഗ്ലിൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ ദാസൻ,
അദ്ദേഹം ഒരു ചർച്ചിന്റെ, അതേ UK ഒരു ചർച്ചിന്റെ ഒരു ഡീക്കനാണ് അദ്ദേഹം. അതേ ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി താൻ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ബെഞ്ചൊക്കെ തുറയ്ക്കുക, കസേര പിടിച്ചിടുക, തിരുവത്താഴ് ശുശ്രൂഷ ക്രമീകരിക്കുക, ഇതൊക്കെയാണ് താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശുശ്രൂഷ ചെയ്യാൻ തക്കണം താൻ പള്ളിയിലേക്ക് കടന്നു ചെന്നു, ചർച്ചിലേക്ക് കടന്നു ചെന്നു. ചർച്ചിൽ കടന്നു ചെന്നപ്പോൾ വലിയൊരു ചർച്ചാണ്. അന്ന് ഭയങ്കര മഞ്ഞും മഴയും പെയ്ത സന്ദർഭത്തിൽ അതേ മഞ്ഞു പെയ്തതിനാൽ അതേ പലർക്കും കടന്നു വരാൻ തക്കണം സാധിച്ചില്ല. വഴി മുഴുവൻ റോഡ് സ്നോ ആയതുകൊണ്ട് പൊതിഞ്ഞു പോയി. ആ സഭയുടെ സീനിയർ പാസ്റ്റർക്കും വരാൻ തക്കണം സാധിച്ചില്ല. ഈ എഗ്ലിൻ നേരത്തെ ചെന്നുകൊണ്ട് ചർച്ചിന്റെ അകത്ത് കയറി. ഒരു 15-16 പേര് വന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയത്തില്ല, ഒരു വാക്യെടുത്ത് സീറ്റെടുത്ത് വായിക്കാൻ അറിയത്തില്ല. ഇത്രയും പേര് വന്നപ്പോൾ എന്തെങ്കിലും ഒന്ന് പറയണ്ടേ, അല്ലെങ്കിൽ ഇവർ നിരാശരായി പോകത്തില്ലേ? അതിൽ അല്പം കഴിവുണ്ടെന്ന് പറയുന്നത് ഇദ്ദേഹം മാത്രമേ ഉള്ളൂ. ഈ ജോൺ എഗ്ലിൻ അതേ ബൈബിൾ എടുത്തുകൊണ്ട് എഴുന്നേറ്റൊരു വാക്യം വായിച്ചു. ആ 1850 ജനുവരി മാസം 6-ാം തീയതി നടന്ന സംഭവമാണ്. ഒരു ഞായറാഴ്ച രാവിലെ നടന്ന സംഭവമാണ്. അദ്ദേഹം വായിച്ച വാക്യം ദൈവത്തിന്റെ ഒരു ശബ്ദമായിരുന്നു. യെശയ്യാ 45:22. യെശയ്യാ 45:22. അതിന്റെ വാക്യം ഇങ്ങനെയാണ്: സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടും. ഇതാണ് വാക്യം. സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടൂ. ബാക്കി പറയാൻ എനിക്കറിയത്തില്ല. എന്നിട്ട് നോക്കൂ, അവങ്കിലേക്ക് നോക്കൂ, എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടൂ. ഇതും പറഞ്ഞു കൊടുത്താൽ അവിടെ നിന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ചോദിച്ചു, ആരെങ്കിലും വന്ന് കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ പോയി വെച്ചപ്പോൾ 15 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് ചെന്നു. അദ്ദേഹം പെന്തക്കോസ്തുകാരനല്ല. വഴിയോടെ പോയപ്പോൾ സ്നോ പെയ്ത സമയത്ത്, എന്നാൽ ഈ ചർച്ചിൽ കയറി അല്പസമയം റെസ്റ്റ് എടുത്ത് സ്നോയൊക്കെ മാറിന് ശേഷം പോകാന്ന് വിചാരിച്ച് കയറി വന്നതാ. ഈ ശബ്ദം കേട്ടു: സകല ഭൂസിമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുകയും. ഈ പയ്യൻ വന്ന് 15 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഈ ശബ്ദത്തിന് മുമ്പിൽ ദൈവസന്നിധി സമർപ്പിച്ചു. അതാരായിരുന്നു അറിയാമോ? സ്പർജൻ. അതേ ചാൾസ് സ്പർജൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. അദ്ദേഹത്തെയാണ് പ്രസംഗികളുടെ പ്രഭു എന്നറിയപ്പെടുന്നത്. ലോകം അറിയപ്പെട്ട ഒരു പ്രാസംഗികൻ. അദ്ദേഹത്തെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിപ്പാണ്ടായി. ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ മധ്യേ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ശബ്ദത്തിന്റെ മുമ്പിൽ നമ്മൾ മാറിപ്പോകാതെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവ ശബ്ദം നമ്മൾ കേൾക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇനിയും അടുത്തതായിട്ട് 7ാമത്തെ വിഷയം, അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. അതാണ് നമ്മുടെ 7ാമത്തെ വിഷയം. ആ വലങ്കയിലാണ് ഈ നക്ഷത്രം പിടിച്ചിരിക്കുന്നത്. ഈ നക്ഷത്രത്തെ കുറിച്ചാണ് തിരുവനന്തപുരത്ത് വായിക്കുന്നത്. എന്താ? 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. വലങ്കൈ എന്തിനെ കാണിക്കുന്നു? അധികാരത്തെയും ശക്തിയെയും ഭദ്രതയും ബഹുമതിയാണ് കാണിക്കുന്നത്. നമ്മുടെ വലങ്കയെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വായിക്കുന്നു, അവന്റെ വലങ്കയിൽ 7 നക്ഷത്രമുണ്ട്. 7 നക്ഷത്രം. 7 നക്ഷത്രം ആസിയയിലെ 7 നിലവിളക്ക് ആസിയയിലെ 7 സഭകളാണ്. അവന്റെ കയ്യിൽ 7 നക്ഷത്രമുണ്ട്. ആ 7 നക്ഷത്രം സഭകളിലെ ശുശ്രൂഷകന്മാരാണ്, ദൂതന്മാരാണ്. ശുശ്രൂഷന്മാരെ ദൂതന്മാരെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പൊ അവരെ എവിടെ വഹിച്ചിരിക്കുന്നത് അറിയാമോ? അവന്റെ വലങ്കയിലാണ്. ഈ വലങ്കയുടെ പ്രത്യേകത എത്ര വലുതാണ്! കർത്താവ് തന്റെ വലങ്കൈ കൊണ്ടാണ് നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ കരത്തിന്റെ ശക്തി എത്ര വലുതാണ്! 18-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ കൈ നീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. അവൻ ഉയരത്തിൽ നിന്ന് കരം നീട്ടി പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. പെരുവെള്ളത്തിൽ കൂടി കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവന്റെ കരം മതി നമ്മളെ ആ പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുവാൻ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എത്രയോ പ്രാവശ്യം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ രക്ഷിച്ചതാരാണ്? നമ്മുടെ കർത്താവായ യഹോവയാണ്. എൻ്റെ 2ാം ക്ലാസ് ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ വലിയ ഒരു പ്രളയം പോലെ ഉണ്ടായപ്പോൾ അവിടെയുള്ള ഒരു ചേരുംകുഴിയിൽ ഞാൻ വെള്ളത്തിൽ അകപ്പെട്ടു പോയി. അന്ന് എനിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. ഞാൻ ആ വെള്ളത്തിൽ പോയ സന്ദർഭത്തിൽ എനിക്ക് നീന്തറിയത്തില്ല. ഞാനിങ്ങനെ ആൾക്കാരെല്ലാം വിളിച്ചു പോയി. എന്നാൽ എനിക്കറിയത്തില്ല, ആരോ വന്ന് എന്നെ അടിയിൽ കൂടെ താങ്ങി മണലിന്മേൽ കൊണ്ടു നിർത്തി. അന്ന് ഞാൻ മരിച്ചു കൊണ്ടതായിരുന്നു. എന്നെ ഒരൊരലിന്റെ മുകളിൽ കമത്തി കിടത്തി എൻ്റെ വെള്ളമെല്ലാം വയറ്റിലെ വെള്ളമെല്ലാം വെളിയിൽ ചാടിച്ച സന്ദർഭം ഞാൻ ഓർക്കുന്നു. അന്ന് ഞാൻ മരിച്ചു പോകുകയായിരുന്നെങ്കിൽ ഇന്ന് ഈ സദസ്സിൽ ഞാൻ കാണത്തില്ലായിരുന്നു. ഉയരത്തിൽ നിന്ന് കരം നീട്ടി പെരുവെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന
ദൈവത്തിന്റെ കരത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യെശയ്യാ 41:11 വായിച്ച്. നീ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. വലങ്കയുടെ പ്രത്യേകത കണ്ടോ? എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അവന്റെ വലങ്കയിലാണ് ഈ 7 നക്ഷത്ര സഭാശൂഷന്മാരെ വഹിച്ചിരിക്കുന്നത്. അവന്റെ വലങ്കൈ ഉറപ്പിനെ കാണിക്കുന്നതാണ്. അത് പ്രധാനപ്പെട്ട സ്ഥാനമാണ്. എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചതിനെ കുറിച്ച് ഒരു പാട്ട് നമുക്ക് കേൾക്കാം. 15-6 വായിച്ച്. യഹോവേ നിന്റെ വലങ്കൈ ബലത്തിൽ മഹത്വപ്പെട്ടു. യഹോവേ നിന്റെ വലങ്കൈ ശത്രു യഹോവേ നിന്റെ വലങ്കൈ, കളഞ്ഞു. നിന്റെ വലങ്കൈയാണ് എന്നെ വിടുവിച്ചത്. നിന്റെ വലങ്കൈ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ തകർന്നു പോയനെ, പെരുവെള്ളത്തിൽ തകർന്നു പോയനെ. വലങ്കൈ 108-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം, 108-6. നിനക്ക് പ്രിയമുള്ളവർ വിടുവിക്കപ്പെടേണ്ടതിന് നിന്റെ വലങ്കൈ കൊണ്ട് രക്ഷിച്ച് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. നിന്റെ വലങ്കൈ കൊണ്ട് എന്നെ രക്ഷിച്ചു. ഇതിന് ഓരോ ഉദാഹരണങ്ങൾ പറയും. നിന്റെ വലങ്കൈ കൊണ്ട് എന്നെ രക്ഷിച്ചു. ദൈവത്തിന്റെ വലങ്കൈ. വലങ്കൈക്ക് എന്തോ ഒരു പ്രാധാന്യമാണ്. ഒരു പാവപ്പെട്ട ദൈവത്തിന്റെ പൈതൽ ഏത് തുറയില്ലായിരിക്കോട്ടെ, അത് ഏത് വ്യക്തിയും കടന്നു വന്നാൽ നമ്മൾ അവന്റെ കാർച്ചൂടി നടക്കുകയാണെങ്കിൽ അവന്റെ വലങ്കൈ നമ്മളെ താങ്ങിക്കൊള്ളും. സഭാശൂഷന്മാര് സഭയിൽ ഇരുന്ന് വളരെ വേദന അനുഭവിക്കുന്നുണ്ട്. അവർക്കുള്ള ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ, ആരെല്ലാം ദുഃഖിപ്പിച്ചാലും വേദനിപ്പിച്ചാലും ഞാൻ എൻ്റെ ദൈവത്തിന്റെ വലങ്കയിലാണ് ഇരിക്കുന്നുള്ള വലിയ ബോധ്യത്തോടുകൂടിയാണ് അവർ സഭാശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 17-ാം സങ്കീർത്തനം 7-ാമത്തെ വാക്യം വായിച്ച്. 17-ന്റെ എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലങ്കൈയാൽ രക്ഷിക്കുന്നവനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണം. നിന്റെ വലങ്കയ്യാൽ രക്ഷിക്കുന്നവരായുള്ളവേ നിന്റെ അത്ഭുത കാര്യങ്ങൾ കാണിക്കണമേ. ഈ വലങ്കൈക്കുള്ള പ്രത്യേകതയാണ് പറയുന്നത്. നിന്റെ വലങ്കയ്യാൽ എന്നെ രക്ഷിക്കുന്നവനായുള്ളവേ നിന്റെ അത്ഭുത കാരുണ്യം കാണിക്കണമേ. ദൈവത്തിന്റെ വലങ്കൈ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അത് വിടുവിക്കുന്നു. 80-ാം സങ്കീർത്തനം 15-ാം വാക്യം. നിന്റെ വലങ്കൈ നീട്ടിയിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തൈയെയും പാലിക്കണമേ. നിന്റെ വലങ്കൈ നീട്ടിട്ടുള്ള അതേ അതേ നനച്ച തയ്യെ കാസൂക്ഷിക്കണം. ഇസ്രായേലിനോട് ഇസ്രായേലിനെ കുറിച്ച് പറയാണ്. ഈ തയ്യെ നിന്റെ വലങ്കൈ കൊണ്ട് നീ പരിപാലിക്കുമാറാകണമേ എന്ന് പറയുകയാണ്. എഫെസിലെ അതേ വെളിപ്പാട് പുസ്തകം 1:20 വായിക്കുന്നു. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. ഇവിടെ ദൂതൻ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന സ്ഥാനത്ത് അതിന്റെ യഥാർത്ഥ തർജ്ജമ 7 നക്ഷത്രം 7 സന്ദേശവാഹകന്മാരാകുന്നു എന്ന് പറഞ്ഞാൽ ദൂതറിയിക്കുന്ന ആളാകുന്നു. ദൈവത്തിന് ശബ്ദം കേട്ട് അതേ ആ ശബ്ദം മറ്റുള്ളവരോട് പകർന്നു കൊടുക്കുന്ന അനുഭവത്തെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന്റെ വലങ്കൈ ബലത്തെ കാണിക്കുന്നു. 109-ാം സങ്കീർത്തനം 27-ാമത്തെ വാക്യം. 109-27. യഹോവേ ഇത് നിന്റെ കൈ എന്നും നീ ഇത് ചെയ്തു എന്നും അവർ അറിയേണ്ടതിന് തന്നെ. അതെ, നീ ഇത് ചെയ്തു, നിന്റെ കൈയാണ് ഇത് ചെയ്തെന്ന് അവർ അറിയണം. 77-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യം വായിച്ച്. 77-10. എന്നാൽ അതെന്റെ കഷ്ടതയാകുന്നു, അത്യുന്നതന്റെ വലങ്കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് ഞാൻ പറഞ്ഞു. 15-ാമത്തെ വാക്യം കൂടെ. വീണ്ടെടുത്തിരിക്കുന്നു, യാക്കോബിന്റെയും യോസഫിന്റെയും മക്കളെ തന്നെ. ദൈവത്തിന് സ്വാധീനം. ഇവിടെ എല്ലാം ആ കൈയുടെ പ്രാധാന്യത. കർത്താവ് നമുക്ക് ചിലപ്പോൾ കഷ്ടതയിൽ കൂടെ കടത്തിവിടേണ്ട സാഹചര്യം വരും. അവിടെയും നമ്മുടെ വലങ്കൈ, ദൈവത്തിന്റെ വലങ്കൈ കാണുന്നു. 1 തിമോഥെയോസ് 5:17 വാക്യം വായിക്കുമ്പോൾ ഈ വലങ്കയിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരെ കുറിച്ച് വായിക്കുന്നത് ഇരട്ടി മാനത്തിന് അവരെ യോഗ്യരായി എണ്ണമെന്നാണ് വായിക്കുന്നത്. ഇരട്ടി മാനത്തിന് നന്നായി ഭരിക്കുന്നവരെ, പ്രത്യേകം വചനത്തിനും ഉപദേശത്തിനും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. നിന്റെ വലങ്കൈയാണ്. അതെ, നീ വലങ്കയിലാണ് ഇരിക്കുന്നത്. അതേ, കർത്താവിൽ അധ്വാനിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ദൈവത്തിന്റെ വലങ്കിലാണ് ഇരിക്കുന്നത്. അവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണണം എന്നാണ് വായിക്കുന്നത്. സഭാ ശുശ്രൂഷന്മാർ മാത്രമല്ല ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്നത്. അത് ഇത്ര നേരം ഞാൻ ആസിയിലെ 7 സഭയുടെ ദൂതന്മാരെ കുറിച്ചാണ് പറഞ്ഞത്. അവരും മാത്രമല്ല, സകല വിശ്വാസികളും ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ആവർത്തന പുസ്തകം 33-ാം അധ്യായം
മൂന്നാമത്തെ വാക്യത്തിൽ എന്താണ് വായിക്കുന്നത്? ആവർത്തനം അതേ 33. അതേ അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അവൻ തൃക്കാൽക്കൽ ഇരുന്നു. അവനിൽ നിന്ന് വചനങ്ങൾ പ്രാപിച്ചു. അമിതായ അത് ആ വാക്യം ശരിയാണ്. അവന്റെ സകല വിശുദ്ധന്മാരും ദൈവത്തിന്റെ തൃക്കരങ്ങളിൽ ഇരിക്കുന്നു. ഇത്ര നേരം ഞാൻ സഭാശുരന്മാരെ പറഞ്ഞപ്പോഴേ വിശ്വാസത്തോടൊപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുന്നത് ചിന്തിക്കരുത്. അപ്പൊ നിങ്ങളുടെ ആശ്വാസവചന അവന്റെ സകല വിശുദ്ധന്മാരും ഇന്ന് രാത്രികാലം ദൈവത്തെ സേവിക്കുന്ന അവന്റെ കാൽച്ചൂട്ടിലായിരിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമ്മളെല്ലാവരും ദൈവത്തിന്റെ തൃക്കരങ്ങളിലാണ് ഇരിക്കുന്നത്. അത് അവന്റെ കയ്യിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞ വാചകം എങ്ങനെ വായിച്ചു? അവന്റെ കയ്യിൽ നിന്ന് അവയെ തന്നിരിക്കുന്ന എന്റെ പിതാവേ എല്ലാറ്റിലും വലിയവൻ, പിതാവിന്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല. പിതാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ തക്കണം ആർക്കും കഴിയത്തില്ല. ദൈവത്തിന്റെ കരങ്ങളിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രികാലം ഓർത്തുകൊള്ളുക, ഞാൻ എൻ്റെ ദൈവത്തിന്റെ കരങ്ങളിലാണ്, തൃക്കരങ്ങളിലാണ് ഇരിക്കുന്നത്. എന്നെ അവർ നിന്ന് പിടിച്ചു ഉലയ്ക്കുവാനോ പറിക്കുവാനോ ആരെ കൊണ്ടും സാധ്യമല്ല. വലങ്കൈ ശക്തിയെ കാണിക്കുന്നു. സഭയുടെ ദൂതന്മാർ അവന്റെ അധീനത്തിലാണ്. അവർക്ക് അധികാരം ലഭിക്കുന്ന യേശുവിൽ നിന്നാണ്. കർത്താവ് അവരെ ബലമായി പിടിച്ചിരിക്കുന്നു. 18-ാം സങ്കീർത്തനം 35-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നിന്റെ വലങ്കൈ എന്നെ താങ്ങി എന്നാണ് വായിക്കുന്നത്. നിന്റെ വലങ്കൈ എന്നെ താങ്ങി. തന്റെ 20-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തന്റെ വലങ്കയുടെ രക്ഷാകരമായ വീര്യപ്രവൃത്തികളാൽ അവന് ഉത്തരം അരുളും എന്ന് വായിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 5:31 വായിക്കുമ്പോൾ ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലങ്കയ്യാൽ ഉയർത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ വലങ്കയുടെ പ്രത്യേകത എത്ര വലുതാണ്! അവന്റെ കരത്തെക്കുറിച്ച് 11 കൂട്ടം കാര്യങ്ങൾ പറയാൻ തക്കണം ആഗ്രഹിക്കുന്നു. എഴുതിയെടുക്കാൻ ഭാഗ്യം വായിക്കണ്ട. അവന്റെ കരം, ഈ കരത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് വേണം പോകാൻ. ഏത് ഭാഗമായി എക്സാമിനേഷൻ വരുന്ന അറിയത്തില്ല. 1 പത്രോസ് 5:6 വായിക്കുമ്പോൾ അവൻ തക്ക സമയത്തിന് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരത്തിന് കീഴിൽ താഴ്ന്നിപ്പീൻ. അവന്റെ ബലമുള്ള കരം, ദൈവത്തിന്റെ കരം ബലമുള്ള കരമാണ്. ഇത്ര നേരം നമ്മൾ വലങ്കയെ കുറിച്ചാണ് ചിന്തിച്ചത്. ദൈവത്തിന്റെ കരം ബലമുള്ള കരമാണ്. 2 ആവർത്തന പുസ്തകം 5-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് വിടുവിക്കുന്ന കരമാണ്. ഒരു ദൈവത്തിന്റെ പൈതലിനെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന കരമാണ്. 3 യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 23-ഉം 24-ഉം വാക്യം വായിക്കുമ്പോൾ യഹോവയുടെ കരം ശക്തിയുള്ള കരമാണ്. ശക്തിയുള്ള കരം. 98-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ 4-ാമത്തെ ദൈവത്തിന്റെ കരം നമുക്ക് ജയം നൽകുന്ന കരമാണ്. ജയം നൽകുന്ന കരം. 98-1. 5-ാമത് യെശയ്യാ 59:1 രക്ഷിപ്പാൻ കഴിവുള്ള കരമാണ്. രക്ഷിപ്പാൻ കഴിയാതവണ്ണം അവന്റെ കരം കുറിയിപ്പോട്ടില്ല. കേൾപ്പാൻ കഴിയാതവണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. 6 യോഹന്നാൻ 10:28, 29 ഈ വാക്യങ്ങൾ. മക്കളെ, അതേ അവന്റെ ശത്രുവിൽ നിന്ന് കാക്കുന്ന കരമാണ്. ശത്രു തൊടാതെ വണ്ണം കാക്കുന്ന കരമാണ്. 37-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യം താങ്ങുന്ന കരമാണ്. താങ്ങുന്ന കരം. 8 95-ാം സങ്കീർത്തനം 7-ാം വാക്യം 98-7 നമ്മെ ആശ്വസിപ്പിക്കുന്ന കരമാണ്. 9 31-ാം സങ്കീർത്തനം 5-ാം വാക്യം വിശ്രമത്തിന്റെ കരമാണ്. നമുക്ക് വിശ്രമിക്കാൻ കർത്താവ് പറഞ്ഞില്ല, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. വിശ്രാമം നൽകുന്ന കരമാണ്. 10 18-ാം സങ്കീർത്തനം 16-ഉം 17-ഉം വാക്യം 18-ന്റെ 16-ഉം 17-ഉം പെരുവെള്ളത്തിൽ നിന്ന് അതേ പിടിക്കുന്ന കരമാണ്. പെരുവെള്ളത്തിൽ കൂടി കടന്നു പോകുമ്പോൾ പിടിക്കുന്ന കരമാണ്. ആവർത്തനം 33:27 തകരാതെ സൂക്ഷിക്കുന്ന കരം. നിത്യനായ ദൈവന്റെ സങ്കേതം കീഴിലോ ശാശ്വതമാകുന്ന ഭുജമുണ്ട്. ഒരു പെൺകുട്ടി, ഒരു ബാലിക, 8 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ പൈതല് അതേ 1 രൂപയും കൊണ്ട് ഒരു കടയിൽ ചെന്ന് ചോദിച്ചു, 1 രൂപയ്ക്ക് ഇവിടെ ദൈവത്തെ കിട്ടുമെന്ന് ചോദിച്ചു. ആ കടക്കാരൻ എന്തെന്നറിയാമോ? ആ നോട്ട് വലിച്ച് തൂരെ എറിഞ്ഞിട്ട് പോകണ്ടെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. ആ കൊച്ചു 40 കടകളിൽ കയറി. 40 കടകളിൽ 1 രൂപയ്ക്ക് ദൈവത്തെ കിട്ടുമെന്നറിയാം. എല്ലാവരും നമ്മളെ പുച്ഛിച്ചു തള്ളി. 40-ാമത്തെ കട
അതിന്റെ ഓണർ ഒരു വയസ്സനാണ്, വലിയ കടയാണ്, ഒരു വലിയ മാളാണ്. ആ ഓണർ ഇന്ന് അവിടെ ഉണ്ട്. അവിടെ ചെന്ന് ഈ ബാലിക 8 വയസ്സുള്ള കൊച്ചു ചോദിച്ചു, 1 രൂപയ്ക്ക് ഇവിടെ ദൈവത്തെ കിട്ടുമോ എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞ വാചകം, ആ വായസൻ ഒരു വിശ്വാസിയായിരുന്നു. അദ്ദേഹം കുഞ്ഞിന്റെ ആ മുഖത്തെ ആ പാടും അത് പട്ടിണി കിടന്നാണെന്ന് മനസ്സിലായി. വസ്ത്രമെല്ലാം കണ്ടപ്പോൾ ആ കുഞ്ഞിനോട് അരിവ് തോന്നി. കുഞ്ഞ്, നീ എന്താ ഈ 1 രൂപയ്ക്ക് ദൈവത്തെ അന്വേഷിക്കുന്നു ചോദിച്ചു. അതെ, എൻ്റെ അമ്മ, ഞാൻ അമ്മയ്ക്ക് ഒരു ഒറ്റ മകളാണ്, എനിക്ക് അമ്മ മാത്രമേ ഉള്ള ആശ്രയം. ഇപ്പൊ ഹോസ്പിറ്റലിൽ മരിക്കാറായി കിടക്കുകയാണ്. ഡോക്ടർ എന്നോട് പറഞ്ഞു, ദൈവത്തിന് മാത്രമേ നിന്റെ അമ്മയെ വിടിവിക്കാൻ കഴിയത്തുള്ളൂ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനൊക്കത്തില്ല. അതിനുശേഷം ആ പദം കേട്ടപ്പോൾ ഒരു ദൈവത്തെ കിട്ടാൻ തക്കവണ്ണം ഞാൻ നടക്കുകയാണ്, 1 രൂപയും കൊണ്ട് നടക്കുകയാണ്. ആ വയസ്സൻ പറഞ്ഞു, അയ്യോ ദൈവത്തെയാണ്, 1 രൂപയ്ക്കാണോ? ഇവിടെ കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ കിട്ടും എന്ന് പറഞ്ഞ് ഒരു പിസ്റ്റൽ വാട്ടർ ബോട്ടിലെടുത്ത് ആ കൊച്ചിന്റെ കൊടുത്തു. ഇത് നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കും, കുടിപ്പില്ലേ, നിന്റെ അമ്മ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. ഈ വയസ്സൻ അവിടുന്ന് ഇറങ്ങിയിരുന്നില്ല. അദ്ദേഹം അന്നേരം അവിടുന്ന് ഇറങ്ങി ഹോസ്പിറ്റലിൽ ചെന്ന് അത് വലിയ വലിയ ഡോക്ടർമാരെ കണ്ടു. അതിൽ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ വലിയ ചെലവുണ്ട്. ഡോക്ടർമാരെ കണ്ടു, മെയിൻ ഡോക്ടർമാരെ കണ്ടു. അപ്പൊ അവർ പറഞ്ഞു, എന്ത് ചെലവ് വന്നാലും ആ മാതാവിനെ രക്ഷപ്പെടുത്തണം, ഞാൻ അതിന്റെ ചെലവ് വഹിച്ചോളാം. അത് ഓപ്പറേഷൻ ചെയ്യാൻ തക്കണം കഴിവുള്ള പേരെടുത്ത ഡോക്ടർമാരെ വിട്ട് ആ മാതാവിന്റെ ഓപ്പറേഷൻ നടത്തി. ലക്ഷക്കണക്കിന് രൂപ ചെലവായി. അത് മൊത്തം ബില്ല് മൊത്തം ഈ വയസ്സൻ അത് കൊടുത്ത് തീർക്കാനിടയായി. ആ മാതാവ് രക്ഷപ്പെട്ടു. ഈ വയസ്സൻ അവരോട് സുവിശേഷം പറഞ്ഞു, അവർ രക്ഷിക്കപ്പെട്ടു. ആ ബാലികയും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. ഒരു വയസ്സൻ ചെയ്ത കാര്യമാണ്. ദൈവത്തിന്റെ പൈതലെ മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ തക്കൊണ്ട് ലഭിക്കുന്ന സന്ദർഭം, അവർക്ക് വേണ്ടിയുള്ളതായ വഴികളും അവർക്ക് വേണ്ടുന്നുള്ള ആ കുഞ്ഞിനും മാതാവിനും താമസിക്കത്തക്ക നിലയിൽ അതേ ഒരു വീടും പണിത് കൊടുത്ത് അവരെ കരകയറ്റുവാൻ തക്കൊണ്ട് വേണ്ടിയായി തീർന്നു. നമ്മുടെ ദൈവം നമ്മളെ കരകയറ്റി. ഇന്ന് അതേ ചരിത്രത്തിൽ നടന്ന ഒരു സംഭവമാണ് നമ്മുടെ ജീവിതത്തിൽ. അതേ ദൈവത്തെ അന്വേഷിച്ച് ഇറങ്ങി പുറപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ കരങ്ങളിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്റെ കരം ഒന്ന് നീട്ടുവാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നിന്നെ ഇത്രത്തോളം കരത്തിൽ സൂക്ഷിച്ചില്ലേ? ഇനി 5 മിനിറ്റ് കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. 8ാമത്തെ വിഷയം, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ 2 വായ്ത്തലുള്ള വാള് പുറപ്പെടുന്നു. ആ ഭാഗം ഞാൻ പറഞ്ഞ് ഇന്ന് അവസാനിപ്പിക്കാൻ തക്കണം പോവുകയാണ്. ആ എല്ലാ വിഷയവും ഒന്ന് തീർക്കണത് സ്പീഡ് കൂട്ടിയതാണ്, പക്ഷെ സാധിക്കാതെ വരുന്നു. അവന്റെ വായിൽ നിന്ന് 8ാമത്തെ വിഷയമാണ്, മൂർച്ചയേറിയ 2 വായ്ത്തലുള്ള വാള് പുറപ്പെടുന്നു. ഇതെന്തിനെ കാണിക്കുന്ന അറിയാമോ? ഈ വാള് ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നു. ദൈവത്തിന് സ്വന്തം അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഈ വാളുണ്ടല്ലോ, അത് 2 വായ്ത്തലുള്ള വാളാണ്. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച്, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ഞാൻ ഒരു 12 കൂട്ടം കാര്യങ്ങൾ പറയാൻ തക്കൊണ്ട് പോവുകയാണ്. കുറച്ച് വാക്യങ്ങൾ ഞാൻ ഇവർക്ക് അയച്ചു കൊടുത്തായിരുന്നു, പക്ഷെങ്കിൽ എനിക്കത് പറഞ്ഞ് തീർക്കാൻ തക്കൊണ്ടും സമയമില്ല. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാള് അത് ശക്തിയേറിയതും മൂർച്ചയേറിയതും വചനമാണ്. ആ വചനം കൽപ്പിച്ചതുപോലെ കാര്യം സാധിക്കുകയും ചെയ്യുന്നു. ദൈവവചനം ആത്മാവിന്റെ വാളാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവന്റെ വായിൽ നിന്ന് ലാവണ്യ വാക്കുകൾ പുറപ്പെടുന്നതാണ്. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആ വാക്ക്, കർത്താവിന്റെ പാദപ്പെടുത്തിയിരുന്ന പാപിനിയായ സ്ത്രീയോട്, മകളെ നിന്റെ പാപം ക്ഷമിച്ചു വന്നിരിക്കുന്നു. എന്തോ നല്ല വാക്കുകളാണ്. ആശ്വാസത്തിന് വേണ്ടി കടന്നു വന്നതാണ്. അത് കർത്താവിന്റെ അരികിലേക്ക് ഒന്ന് കടന്നേണ്ടു, അവൻ നമ്മളെ ആശ്വസിക്കും. പോകാൻ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ആശ്വാസത്തിന്റെ വചനം നമുക്ക് കേൾക്കുവാൻ തക്കൊണ്ട് കഴിയുന്നില്ലേ? അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയേറിയ വാളിനെ കുറിച്ച്, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് 12 കൂട്ടം കാര്യങ്ങൾ. എബ്രായർ 4:12 വായിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഏത് വാളിനേക്കാളും ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യമജ്ജകളെയും വേർപിടിവിക്കുന്നതുവരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഒന്ന്, ദൈവത്തിന്റെ വചനം, കർത്താവിന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ 2 വായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നു. അത് 2 വായ്ത്തലുള്ള വാൾ എന്തിനെ കാണിക്കുന്നു? പൊരുതുവാനും ജയിപ്പാനും കഴിവുള്ള വാൾ. ഈ വചനം കൊണ്ട് നമുക്ക് ജയിപ്പാൻ കഴിയും. അവർ അവനെ വചനത്താലും സാക്ഷ്യത്താലും ജയിച്ചെന്നാണ് വായിക്കുന്നത്. അപ്പൊ 2 വായ്ത്തലുള്ള വാളിന്റെ പ്രത്യേകത പൊരുതുവാനും ജയിപ്പാനും. 2, 1 പത്രോസ് 1:23, ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ ബീജമാണ്.
അത് ആ കെടാത്ത ബീജം എന്തിനെ കാണിക്കുന്നു? വിത്തിനെ കാണിക്കുന്നു. നിന്റെ അപ്പം വെള്ളത്തിന്മീതെ എറിയ, അതേറിയ കാലം കഴിഞ്ഞാലും പറഞ്ഞു തരാതെ പോകത്തില്ല. കെടാത്ത ബീജം വിത്തിനെ കാണിക്കുന്നു. 3 ഫിലിപ്പിയർ 2:15. ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. ഇത് ജീവന്റെ വചനമാണ്. അതെന്ത് ചെയ്യുന്നു? നിത്യജീവൻ നൽകുന്നു. അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞു വിടുക. ജീവന്റെ വചനം നിത്യജീവൻ നൽകുന്നു. 119 സങ്കീർത്തനം 105 വാക്യം. നിന്റെ വചനം എന്റെ കാലിന് ദീപവും എന്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. എന്റെ കാലിന് ദീപമാണ്. ആ ദീപം എന്തിനെ കാണിക്കുന്നു? വഴി കാട്ടുന്നു. സുന്ദർ സിംഗ് ഹിമാലയ പർവ്വതത്തിന്റെ ഒരു അപകടത്തിൽ ചെന്ന് നിൽക്കുകയായിരുന്നു. അവിടെ ഭയങ്കര കൂട്ടാണ്. ഒരു മിന്നാമിനുമ ഒന്ന് പ്രകാശിച്ചപ്പം താൻ നിൽക്കുന്ന എവിടാന്ന് മനസ്സിലായി. അടുത്തൊരു പാദം കൂടെ എടുത്ത് ചവിട്ടിയിരുന്നെങ്കിൽ താൻ വലിയ കുഴിയിലേക്ക് പോയനെ. ദൈവത്തിന് രാത്രികാലം നിന്റെ യാത്രയിൽ ദൈവത്തിന്റെ വചനം അത് ദീപമാണ്, നിനക്ക് വഴി കാട്ടുന്നതാണ്. 5 1 പത്രോസ് 2:2 വായിച്ചേ. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കി കളഞ്ഞിട്ട് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പേ. ഇത് വചനമെന്ന മായമില്ലാത്ത പാലാണ്. ഇതിനകത്ത് മായം ചേർക്കരുത് കേട്ടോ. പാലിന്റെ അകത്ത് നമ്മുടെ ആൾക്കാര് വെള്ളം കൂട്ടി ചേർക്കുകയില്ലേ? ഇതിന്റെ അകത്ത് മറ്റു മായങ്ങൾ ചേർക്കില്ല. ഡൽഹിയിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇത് മായമില്ലാത്ത പാലാണ്. അതെന്ത് ചെയ്യുന്നു? മായമില്ലാത്ത പാല് കുഞ്ഞിന് കൊടുത്തേ അത് വളരുമാറാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. യെരമ്യ 23:29 വായിച്ച്. എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് തീയാണ്. തീ നമ്മളെ ശുദ്ധീകരിക്കുന്നു. 2 പാറയെ തകർക്കുന്ന ചുറ്റിയാണ്. അത് നമ്മുടെ മാനസാന്തരത്തെ ഉളവാക്കുന്നു. ഏത്? അത് തീയാണ്. പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. തീ നമ്മെ ശുദ്ധീകരിക്കുന്നു. പാറയെ തകർക്കുന്ന ചുറ്റിക മാനസാന്തരം ഉളവാക്കുന്നു. 8 അപ്പോസ്തലപ്രവൃത്തി 20:32. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവന്റെ കൃപയുടെ വചനത്തിലും ഞാൻ ഇപ്പോൾ നിങ്ങളെ ഫലമേൽപ്പിക്കുന്നു. ഇത് കൃപയുടെ വചനമാണ്. കൃപയുടെ വചനമാണ്. അത് നമുക്ക് ആത്മീക വർധനവ് വരുത്തുന്നു. കൃപയുടെ വചനം ആത്മീക വർധനവ് വരുത്തുന്നു. 19 സങ്കീർത്തനം 9-10 വാക്യങ്ങളിൽ യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവയാണ്. തേൻകട്ടയിൽ മധുരമുള്ള തേൻ എന്തിനെ കാണിക്കുന്നു? അത് രുചിപ്പിക്കുന്നു. ദൈവത്തിന്റെ വചനം നമ്മളെ രുചിപ്പിക്കുന്നതാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാള് പുറപ്പെടുന്നു. 10 യാക്കോബിന്റെ ലേഖനം 1:23-24 വാക്യം വായിച്ചേ. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോടൊക്കുന്നു. അവൻ തന്നെത്താൻ കണ്ടു പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് ഉടനെ മറന്നു പോകുന്നു. ദൈവത്തിന്റെ വചനം ഒരു കണ്ണാടിയാണ്. ഈ കണ്ണാടി നോക്കുമ്പോൾ ഒരുത്തന്റെ വിശേഷം അറിയാം. ദൈവത്തിന്റെ വചനം എടുത്തൊന്ന് വായിച്ചേ. നമ്മുടെ കുറവ് ഒരു പ്രവാചകൻ വിളിച്ചു പറയണ്ട, മകളെ ഇന്ന കുറവ് നിനക്കുണ്ട്, അവനോട് തന്നെ അറിയാം. ദൈവത്തിന്റെ വചനം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനം കണ്ണാടിയാണ്. ഒരു നീഗ്രോ റാണി ആഫ്രിക്കയിൽ ഒരു മിഷണറിയുടെ ഭരണത്തിൽ ചെന്നു. അവിടെ ആ നീറോ റാണി വിചാരിച്ചത് രാജ്ഞിയാണ്. അവൾ വിചാരിച്ചു അവൾ വലിയ സുന്ദരിയാണ്, ഭയങ്കര സുന്ദരിയാണ്. ഒരു മിഷണറി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഷണറിയുടെ വീട്ടിൽ ചെന്നു, വരാന്തയിൽ ചെന്നു. അവിടെ വരാന്തയിൽ ഒരു കണ്ണാടി തൂക്കിയിട്ടിരിക്കുന്നു. ഇതുവരെയും ഈ റാണി കണ്ണാടി കണ്ടിട്ടില്ല. ഈ കണ്ണാടി ചെന്ന് നോക്കിയപ്പോൾ അവൾ പേടിച്ചു പോയി. കാരണം ഒരു വലിയ പിശാചിനെ പോലെ ഒരു സത്തം നിൽക്കുന്നു. അവളുടെ രൂപം മൊത്തം എടുത്ത് കാണിച്ചു. അവൾക്ക് വലിയ വിഷമായി പോയി. മിഷണറി പറഞ്ഞു, എന്ത് വില മേളിൽ ഇത് തന്നേക്കാം, എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഉടനെ മിഷണറി പറഞ്ഞു, പൈസ തരണ്ട, ഈ കണ്ണാടി എടുത്ത് റാണിക്ക് അങ്ങ് സമ്മാനിച്ചു. അത് കയ്യിലോട്ട് കിട്ടുകയും നിലത്തൊറ്റ അടിയടിച്ച് തല്ലിപ്പൊട്ടിച്ചു കളഞ്ഞു. എന്താണെന്നറിയാമോ? തൻ്റെ സ്വരൂപം വെളിപ്പെടുത്തിയതും അത് റാണിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ശരിയായ രൂപം അറിയണമെങ്കിൽ ഇത് കണ്ണാടിയാ എന്ന് ഈ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുറവുകൾ കാട്ടിത്തരും. യെരമ്യാ പ്രവചനം 15:16 വായിച്ച്. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഇത് ജീവന്റെ അപ്പമാണ്. അത് നമ്മളെ ബലപ്പെടുത്തും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു വായിക്കുന്നില്ലേ? ഇത് ജീവന്റെ അപ്പമാണ്, നമ്മളെ ബലപ്പെടുത്തുന്നു.
എഫെസ്യ ലേഖനം 6:17 വായിച്ച്. രക്ഷ എന്ന ശിരോസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവേൻ. ഇത് ആത്മാവിന്റെ വാളാണ്. ദൈവത്തിന് ആത്മാവിന്റെ വാളാണ് കേട്ടോ. ഈ വാള് മതി നമുക്ക് ജയിക്കാൻ. ശത്രു നമ്മൾ ദൈവത്തിന്റെ വചനവുമായി നിൽക്കുമ്പോൾ അതിനോട് അടുക്കുവാൻ തക്കണം ഒക്കത്തില്ല. ശത്രു ഒരാളുടെ ഒരു ഭൂതം കയറിയാൽ നമ്മൾ യേശുവിന്റെ രക്തത്താലും ദൈവത്തിന്റെ വചനത്താലും അല്ലേ ജയിക്കുന്നത്. ശത്രുവിന് അതിന്റെ മുമ്പിൽ നിൽക്കാൻ തക്കണം ഒക്കത്തില്ല. ഇവിടെ നമ്മളിപ്പോൾ എല്ലാം കൂടെ അതേ 8 കൂട്ടം കാര്യങ്ങൾ പഠിക്കുവാൻ തക്കണം ഇടയായി തീർന്നു. അതേ ദൈവത്തിന്റെ വചനത്തിലേക്ക് അവന്റെ കാല് ഉളി ചുട്ടൊഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമുള്ളത്. അവന്റെ വചനത്തിന്റെ അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ. 7 വലങ്കയിൽ 7 നക്ഷത്രം. 8 വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. ഇനി 4 കൂട്ടം കാര്യമാണ് നമുക്ക് ചിന്തയാവുന്നത്. മുഖം സൂര്യനെ പോലെ, ആദിനും അന്തിനും, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുന്നവൻ, മരണത്തിന്റെയും പാതാളത്തിനും താക്കോൽ. ആ മരണവും പാതാളവും ചില ഒരു ദിവസത്തെ ക്ലാസ് ആണ്. ദൈവ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. അത് പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ, അവന്റെ ദിവ്യ അതേ സൗന്ദര്യം കണ്ടു കഴിഞ്ഞപ്പോൾ അവന്റെ മുൻപാകെ കാൽക്കൽ വീണ് കിടക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് രാത്രികാലം അവന്റെ പാദത്തിൽ കഴിഞ്ഞ് മറിയ നല്ല അംശം തെരഞ്ഞെടുത്ത പോലെ ദൈവത്തിന്റെ വചനം പഠിപ്പാൻ ദൈവം നമുക്ക് ഇടയാക്കിയല്ലോ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ വീണ്ടും നമുക്ക് കാണാം. പാസ്റ്റർ ലാലു ജേക്കബ്. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഇന്ന് ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ദൈവം സഹായിച്ചു. ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് കണ്ടക്ട് ചെയ്ത കർത്താവിന്റെ ദാസനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. നാളെ വൈകിട്ട് നമ്മുടെ ഡോക്ടർ സാക് വർഗീസ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. കഴിഞ്ഞ ദിവസം ചെറിയൊരു ചേഞ്ച് വന്നിരുന്നുവല്ലോ. നാളെ വൈകിട്ട് നമ്മുടെ പ്രിയ സാക് വർഗീസ് ക്ലാസ് എടുക്കുന്നതാണ്. നമുക്ക് പ്രാർത്ഥനയോടെ പിരിയാം. ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം. പരിശുദ്ധനായ ദൈവത്തിനായ കർത്താവേ, നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ സന്നിധിയിൽ ഇത്രത്തോളം ആയിരിക്കാൻ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളെ വചനം പഠിപ്പിക്കുവാൻ ദൈവഭൃത്തിനെ ദൈവം ബലപ്പെടുത്താനായിട്ട് നന്ദി പറയുന്നു. പിന്നെയും ബലപ്പെടുത്തണമേ. അനേകർക്ക് അനുഗ്രഹം ആശ്വാസമാകുവാൻ കർത്താവ് സഹായിക്കണമേ. ഈ ബൈബിൾ കോളേജ് അനുഗ്രഹമാക്കണതിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവവചനം കേട്ട എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഓരോരുത്തരുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിക്കുവാൻ, നാളെ അവരുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുവാൻ, കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിപ്പാൻ എല്ലാവർക്കും കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും നമ്മോടും ഇന്ന് രാത്രി ഇതിൽ ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടും പ്രത്യേകാൽ ഇന്ന് ക്ലാസ് കണ്ടക്ട് ചെയ്ത കർത്താവിന്റെ ദാസനോടും ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ ദാസനും പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി. നാളെ വൈകിട്ട് വീണ്ടും കാണാം.